ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. സൂപ്പർമാൻ ലെഗസി. ജെയിംസ് ഗണ്ണിനെ അറിയാൻ പാടാത്തവർക്കായിട്ട് പറയുകയാണ്, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ട്രിലജിയുടെ ഡയറക്ടറാണ്. പിന്നെ സൂയിസൈഡ് സ്ക്വാഡ് റീമേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. കിടിലൻ ട്രെയിലർ. ആദ്യമേ ഞാൻ പറയണേ, ഞാൻ ഒരു കട്ട മാൻ ഓഫ് സ്റ്റീൽ ഫാനാണ്. എനിക്ക് മാൻ ഓഫ് സ്റ്റീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ സംഭവങ്ങളൊന്നുമല്ല. സാക്ക് സ്നൈഡേഴ്സ് വേർഷൻ ഓഫ് സൂപ്പർമാൻ ആയിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഞാനൊരു കട്ട ഹെൻറി കാവിൽ ഫാനുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു ഇങ്ങനെ ഒരു സൂപ്പർമാൻ മൂവി വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേക്കും. ബ്രണ്ടൻ റൂത്തിൻ്റെ സൂപ്പർമാൻ എന്ന് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമല്ല. ചില മൂമെൻറ്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ള പടമൊന്നുമല്ല. പണ്ടത്തെ സൂപ്പർമാൻ 1 and 2 ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇത് ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ മോനെ കിടിലൻ ട്രെയിലർ. സംഭവം എനിക്ക് ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക്കാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇതിൻ്റെയും ഒട്ടും പുറകിലൊന്നുമല്ല. ഇപ്പം സാക്ക് സ്നൈഡറിൻ്റെ ഒരു വേറെ വൈബാണെങ്കിൽ ഇത് വേറൊരു ഇത് റേ ആ രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. ഇത്രയും സ്കെപ്റ്റിക്കലായിട്ട് ഇരുന്നിട്ടും എന്നെ ഈ ട്രെയിലർ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത്. കോസ്റ്റ്യൂം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാക്ക് സ്നൈഡറിൻ്റെ ആ ഒരു ടൈപ്പ് കോസ്റ്റ്യൂം സംഭവങ്ങളൊന്നും അല്ല. അത് കുറച്ചുകൂടി ഡാർക്ക് ഗ്രിറ്റി വേറെ രീതിയിലായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് ആ കോമിക് ആക്യുറേറ്റ് രീതിയിലുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സൂപ്പർമാൻ. കോമിക്സ് വായിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പറയും, സൂപ്പർമാനെ നിങ്ങൾ എംബ്രേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോമിക്കിലുള്ള സൂപ്പർമാനെ എംബ്രേസ് ചെയ്യണം ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള മറ്റേ ജെട്ടി മുകളിൽ ഇട്ടിട്ട് വരുന്ന കളർഫുൾ ആയിട്ടുള്ള സൂപ്പർമാനെ എംബ്രേസ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയും. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിനകത്ത്. പക്ഷേ എന്നെ ഞെട്ടിച്ച ഒരാൾ ഇതിനകത്ത് നിക്കോളസ് ഹോൾട്ടാണ്. നമ്മുടെ മാഡ് മാക്സിൽ വിറ്റ്നസ് മച്ചാൻ. പുള്ളിയുടെ ഒരുപാട് സിനിമകളുണ്ട്. വോം ബോഡീസ് എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമുള്ള പടമാണ്. അപ്പോൾ നിക്കോളസ് ഹോൾട്ടിൻ്റെ ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ ഡ്രാക്കുളയുടെ അനുയായിട്ട് വന്ന ആ ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിക്കോളസ് കേജിൻ്റെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള നിക്കോളസ് ഹോൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളാണ് എക്സ്മെനിൽ ബീസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള. അപ്പോൾ ആള് ഇതിനകത്ത് വില്ലനായിട്ട് ലക്സ് ലൂതോറായിട്ട് ഭയങ്കര യുണീക്കായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച മനസ്സിൽ കണ്ട ലക്സ് ലൂതോറേ അല്ല. വേറെ രസം, ഇതിനകത്ത് ഞാൻ കണ്ടപ്പോൾ സൂട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ എനിക്ക് ഒരു തോന്നലൊന്ന്, ജെയിംസ് ബോണ്ടിൻ്റെ ലുക്ക്, ബോൾഡായിട്ടുള്ള ഒരു ജെയിംസ് ബോണ്ടിൻ്റെ ലുക്ക്. മച്ചാന നല്ല മുടിയൊക്കെ വളർത്തി വേറെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ മച്ചാൻ എനിക്കൊന്ന് ജെയിംസ് ബോണ്ടായിട്ട് അഭിനയിക്കാൻ പറ്റും. ആ ഒരു ലുക്ക് എവിടെയൊക്കെ എനിക്ക് ഇതിനകത്ത് ലക്സ് ലൂതറിൽ കണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയപ്പോഴേക്കും എനിക്ക് ഈ ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിലെ താരം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോണ്, സൂപ്പർമാൻ്റെ ഡോഗ്. എൻ്റെ മോനെ എന്ത് രസമായിരുന്നു ഇതിനകത്ത്. ആ ഒരു സീനുണ്ട് ഈ ട്രെയിലർ നിങ്ങൾ കാണുമ്പോൾ. ക്രിപ്റ്റോയുടെ ഇൻട്രൊഡക്ഷൻ ഈ ഒരു ട്രെയിലർ ഇത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരും. ഒന്നാമത് എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കട്ട ബാറ്റ്മാൻ ഫാനായിട്ട് കൂടിയും എനിക്ക് സൂപ്പർമാൻ്റെ പട്ടിയായിട്ടുള്ള ക്രിപ്റ്റോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്ത് ക്രിപ്റ്റോനെ ഇൻക്ലൂഡ് ചെയ്തത് മാൻ, അത് ഭയങ്കര രസം. വേറെ സിനിമകളിൽ ചെറിയ രീതിയിൽ ടീസ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ലിറ്ററലി ആ സൂപ്പർ ഹീറോ പവർ ഉള്ള ക്രിപ്റ്റോനെ കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങളതൊന്ന് ട്രെയിലർ എടുത്ത് കണ്ടുനോക്കി. ഞാൻ ട്രെയിലറിൽ ലിങ്ക് ചെയ്യാം. DC കോമിക്സിൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇരട്ടി മധുരം വേറെ കാര്യമുണ്ട്. ദിസ് ഈസ് എ മൂവി ദാറ്റ് ഈസ് ഫിലിംഡ് ഫോർ IMAX. ഫുൾ സിനിമ ത്രൂ ഔട്ട് ദ മൂവി എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിലാണ്. നമ്മുടെ മുഫാസയൊക്കെ പോലെ തന്നെ ഇത് IMAX ക്യാമറ വെച്ച് ഫിലിം ചെയ്തിരിക്കണം. മൊത്തം ലൈവ് ആക്ഷൻ. ഈ ഒരു സൂപ്പർമാൻ ലെഗസി എന്നുള്ള മൂവി ഫുൾ പടം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എടുത്ത പോലെ, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വോർ ഒക്കെ എടുത്ത പോലെ ഫുൾ സിനിമ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിലാണ്. മോനെ ഇപ്പോൾ കൊച്ചിയിൽ IMAXിലൂടെ വന്നതുകൊണ്ട് എത്ര പൈസയായാലും കുഴപ്പമില്ല. ഞാൻ ഈ സിനിമ ഫസ്റ്റ് ചെയ്തതിന് എന്തായാലും ഞാൻ IMAXിൽ കാണും. എത്ര പൈസയായാലും കുഴപ്പമില്ല. ഈ സിനിമ IMAXിൽ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. എനിക്ക് എന്തായാലും ഈ പടം എനിക്ക് കാണണം. സംഭവം ഞാനൊരു കട്ട ഹാർഡ് കോർ ബാറ്റ്മാൻ ഫാൻ ആണെങ്കിൽ പോലും, ബാറ്റ്മാനൊക്കെ ടാറ്റു ചെയ്തിട്ടുള്ള ആളാണ്. എന്നാലും ഞാൻ പറയാനാണ് ദിസ് ഗോട്ട് മീ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ഒന്നാമത് DCEU എന്നുള്ള സംഭവം
നിങ്ങൾക്കറിയാലോ എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഐ ഹോപ്പ് ദിസ് വർക്ക്സ് ഔട്ട് ഫോർ DCU. സാക്ക് സ്നൈഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആവേണ്ടത്. സാക്ക് സ്നൈഡറിൻ്റെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആ ഒരു ലോസ്, മകളെ നഷ്ടപ്പെട്ട ആ ഒരു ഇഷ്യൂ കാരണം ഉണ്ടായ ഒരു വലിയൊരു സീൻ ഓഫ് ഇവൻറ്റ്സ് പിന്നെ അവസാനം DCEU തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും ദിസ് ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഐ ആം ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഭയങ്കര രസമായുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഐ വിൽ ബി വാച്ചിങ് ദിസ് ഫോർ ക്രിപ്റ്റോ. എനിക്ക് അത് ഭയങ്കര ഒരു ബിഗ് റീസണാണ് ഈ സിനിമ കാണാൻ. പിന്നെ ഹോക്ക് ഗേൾ ഇതിനകത്ത് കുറച്ച് ക്യാമിയോസ്, ഞാൻ അതിൻ്റെ ഫുൾ ഇത് ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല. നിങ്ങൾ ട്രെയിലറൊന്ന് കാണപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതിനകത്ത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക. എനിക്കറിയില്ലായിരുന്നു ഇവരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്ക്. ഇപ്പം ഇത്ര എനിക്ക് പറയാനുള്ളത്, ഐ ലവ് ദ ട്രെയിലർ. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. പക്ഷേ ഇഫ് യു ആസ്ക് മീ, മാൻ ഓഫ് സ്റ്റീലിൻ്റെ ആ ഒരു ഇനീഷ്യൽ ടീസർ ആൻഡ് ട്രെയിലർ ആ ലെവലിൽ ഇത് എത്തിയിട്ടില്ല. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ മാൻ ഓഫ് സ്റ്റീൽ കണ്ടപ്പോൾ ആ ഒരു സൂപ്പർമാൻ്റെ ടേക്ക് ഓഫ്, ആ ഒരു ഫ്ലൈറ്റ് മാത്രം മതി. അല്ലെങ്കിൽ ഒരുമാതിരി ജെറ്റ്, ടോപ്പ് ഗൺ മാവറിക്കിൽ ജെറ്റ് വരുന്ന സീൻ പോലെയായിരുന്നു അതിനകത്ത്. ആ ഫ്ലൈറ്റ് ഹെൻറി കാവിൽ സൂപ്പർമാനായിരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണം. അത് ആ ട്രെയിലർ നിങ്ങൾ ആദ്യമായിട്ട് മാൻ ഓഫ് സ്റ്റീലിലെ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ നിങ്ങളുടെ എന്താണ് ആരെയും കണ്ടവരുണ്ടെങ്കിൽ അവൻ മനസ്സിലായി ഞാൻ എന്തീ പറഞ്ഞു വരുന്നതെന്ന്. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അത് ലൈക്ക് ഇറ്റ് വാസ് ആ മറ്റേ ബോയ്സിലെ ഹോംലാൻഡറിൻ്റെ ആ ഒരു സീനിൽ ഇറ്റ് വാസ് പെർഫെക്റ്റ്. ആ സാധനമില്ല, ആ മീം അതുപോലെയായിരുന്നു. കാരണം ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക്, ക്രിസ്റ്റഫർ നോളൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, സാക്ക് സ്നൈഡർ ഡയറക്ടർ, ഹെൻറി കാവിൽ ദ പെർഫെക്റ്റ് സൂപ്പർമാൻ. അത് സീനായിരുന്നടേ. ആ ഒരു ലെവലിലേക്ക് ഇത് വന്നില്ലെങ്കിലും ഐ ആം വിഷിങ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് ന്യൂ നടൻ. എനിക്ക് ആളെ പേര് പോലും വായിൽ കിട്ടണില്ല. പക്ഷേ ഐ ഹോപ്പ് ആഫ്റ്റർ വാച്ചിങ് ദിസ് മൂവി ഐ വിൽ ഓൾവേസ് റിമെമ്പർ ഹിസ് നെയിം. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഡാർക്ക് നൈറ്റ് ട്രിലജി കഴിഞ്ഞതിന് ശേഷം ബാറ്റ്മാനായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ട്വൈലൈറ്റിന് ഒക്കെ ശേഷം മച്ചാനെ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ബാക്ക്ലാഷ് ആയിരുന്നു. എല്ലാവരും അതായത് ഇവിടെ റോബർട്ട് പാറ്റിൻസനെ കൊണ്ട് പറ്റില്ല മറ്റേ മറിച്ചതൊക്കെയാണ്. പക്ഷേ ബെയിൽ അന്നും പറഞ്ഞിരുന്നു ഓൾ ദി ബെസ്റ്റ്, അവൻ നന്നായിട്ട് ചെയ്യുന്നുള്ള രീതിയിൽ. ദ ബാറ്റ്മാൻ വന്നപ്പോൾ എൻ്റെ അമ്മോനെ നമുക്കൊക്കെ ചെകളും തന്ന സീനായിരുന്നു. വേറെ ലെവലായിട്ട് കോമിക് ആക്യുറേറ്റ് ആയിട്ട് വേറെ സീനായിട്ട് ആ ബാറ്റ്മാൻ്റെ ഡിറ്റക്റ്റീവ് സൈഡ് എക്സ്പ്ലോർ ചെയ്ത് റോബർട്ട് പാറ്റിൻസൺ വെറുതെ നെയിൽഡ് ദ റോൾ. അപ്പോൾ ഇതും അങ്ങനെ ആവട്ടെ. ഈ പുതിയ നടൻ ആ ഒരു ലെവലിൽ സൂപ്പർമാനെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കട്ടെ. ഐ ആം ഫിംഗേഴ്സ് ക്രോസ്ഡ് ഫോർ ദ ഡയറക്ടർ ആസ് വെൽ. കാരണം ജെയിംസ് ഗൺ ഇസ് എൻ ഗ്രേറ്റ് ഡയറക്ടർ. ഐ ആം സീരിയസ്ലി ഹോപ്പിംഗ് ഇറ്റ് വിൽ ബി സോ ഗുഡ്. അപ്പോൾ എന്തായാലും വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ടീം ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ച് ദിസ് ഇൻ IMAX. ഇത്ര എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം പോയി ട്രെയിലർ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ചെയ്തേക്കാം ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പിൻ കമൻറ്റ്. കണ്ടു നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ ശരി, ബൈ ബൈ.